തോട്ടങ്ങളിൽ നിന്നും പച്ചക്കറികൾ സംഭരിച്ച് പ്രധാന കേന്ദ്രങ്ങളിലെത്തിച്ച് വിൽപ്പന നടത്തുന്നതിന് ശീതീകരിച്ച ബസ് ചിങ്ങമാസത്തിൽ നിരത്തിലിറക്കുമെന്ന് മന്ത്രി പി രാജീവ്. മാഞ്ഞാലിയിൽ കൂവർ കൃഷിക്കാരുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തോട്ടങ്ങളിൽ നിന്നും പച്ചക്കറികൾ സംഭരിച്ച് പ്രധാന കേന്ദ്രങ്ങളിലെത്തിച്ച് വിൽപ്പന നടത്തുന്നതിനായി ശീതീകരിച്ച വാഹനം ചിങ്ങമാസത്തിൽ നിരത്തിലിറക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. മാഞ്ഞാലി സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൂവ കൃഷിക്കാരുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുന്നുകരയിൽ 37 ഏക്കറിൽ ഭക്ഷ്യ സംസ്കരണ പാർക്കിനായി കിൻഫ്രയ്ക്ക് ഭരണാനുമതി നൽകിയതായും അധികം വൈകാതെ സ്ഥലമേറ്റെടുക്കൽ നടപടി ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമുക്ക് ഒരു പുതിയ വാഹനം, ഒരു എയർ കണ്ടീഷണർ വാഹനം എടപ്പള്ളി സഹകരണ ബാങ്ക് ശ്രീകുമാർ എത്തിയിട്ടുണ്ട്. സഹകരണ ബാങ്ക് അതിന് നേതൃത്വം നൽകും. നമ്മുടെ തോട്ടത്തിൽ നിന്ന് പച്ചക്കറി സംഭരിച്ചിട്ട് പ്രധാന കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കും. ഫ്ലാറ്റുകളുള്ളതാകാം, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയ ആകാം, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകൾ. ഇനി ഇവിടെ നമുക്ക് പോരാതെ വന്നാൽ നഗരത്തിലേക്ക് വേണമെങ്കിൽ വാഹനം പോവാം. അങ്ങനെ ആദ്യത്തെ വാഹനം ചിങ്ങമാസത്തിൽ തന്നെ നമുക്ക് റോഡിലേക്ക് ഇറക്കാൻ കഴിയും എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അങ്ങനെ പച്ചക്കറി പോകുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ കൂവപ്പൊടിയും നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ പൊടിയും എല്ലാം അതിന്റെ കൂട്ടത്തിൽ അതും ഒരു വിപണി നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടുമായിട്ട് നമ്മളൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. തറവിലയേക്കാൾ താഴെ പോവുകയാണെങ്കിൽ അത് തറവിലയിൽ അവർ സംഭരിക്കും. എന്നാൽ മുകളിൽ പോവുകയാണെങ്കിൽ കർഷകന് യഥേഷ്ടം അവരുടെ ഇഷ്ടം പോലെ വിൽക്കാം. താഴെ പോകുന്ന സാഹചര്യം വന്നാൽ അവരത് സംഭരിക്കും. ഇപ്പൊ ഇവിടെ തന്നെ ഫ്ലിപ്കാർട്ടിന്റെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് പാർക്ക് ഇവിടെ വരികയാണ്. അതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കരുമാലൂർ ഇപ്പോൾ കുന്നുകര മേഖല കേന്ദ്രീകരിച്ച് കുന്നുകരയിൽ 37 ഏക്കറിൽ ഒരു പുതിയ ഫുഡ് പ്രോസസിംഗ് പാർക്കിന് കിൻഫ്രയ്ക്ക് വേണ്ടി ഭരണാനുമതി നൽകി കഴിഞ്ഞു. അതിന്റെ ഉത്തരവ് പുറത്തിറങ്ങി കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്ഥലം വാങ്ങാനുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയാണ്. നല്ല ഒരു പാർക്കോട് വരും. ലുലുവിന്റെ ഫുഡ് പ്രോസസിംഗ് പാർക്ക് 500 കോടിയുടെ HMT ലാൻഡിൽ കളമശ്ശേരിയിൽ അധികം വൈകാതെ കല്ലിടും. അപ്പൊ നമുക്ക് ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ അങ്ങനെയും വിൽക്കാനുള്ള സൗകര്യമാണുള്ളത്.